ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി വീണ്ടും ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. 25,683 ക്ലോസ് ചെയ്തപ്പോൾ 193 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 434 പോയിൻറ്റ്സ് കുറഞ്ഞ് 59,251 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 474 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 59,748 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 17,282 ക്ലോസ് ചെയ്തപ്പോൾ 318 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 10.92 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 83,576 ക്ലോസ് ചെയ്തപ്പോൾ 604 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് കാണാൻ സാധിച്ചത്. DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 5,595 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII കനത്ത സെല്ലിംഗ് തുടരുകയാണ്. 3,769 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 26,250 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 26,178 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 26,140 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,876 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 25,683 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റി 645 പോയിൻറ്റ് കുറവാണുണ്ടത്. 2.45% ഫോളോ നടത്തി. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,683 നിൽക്കുമ്പോൾ 1.71% ഫോള് ആണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിന് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2025 ഫെബ്രുവരി 1 23,508 നിഫ്റ്റി ഇന്ന് 25,683 നിൽക്കുമ്പോൾ 9.25% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ 12 മാസമായിട്ട്. ഈ ആഴ്ചത്തെ DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച എല്ലാ ദിവസവും DII ബൈയിലായിരുന്നു. ആകെ 15,699 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII ഈ ആഴ്ച. FII എല്ലാ ദിവസവും സെല്ലിങ്ങിലായിരുന്നു. 8,808 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഈ ആഴ്ച FIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നീ വീക്ക്ലി സമ്മർ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിഫ്റ്റി ബാങ്ക് 6150 സ്റ്റാർട്ട് ചെയ്തു. 1.5% ഫോളാണ് ഈ ആഴ്ച കാണാൻ സാധിച്ചത്. നിഫ്റ്റി മിഡ് ക്യാപ് 61,365 ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തത്. ഈ ആഴ്ച ക്ലോസ് ചെയ്തപ്പോൾ 2.64% ഫോള് കണ്ടു. നിഫ്റ്റി സ്മോൾ ക്യാപ് 17,832 സ്റ്റാർട്ട് ചെയ്തു. 3.08% ഫോളാണ് ഈ ആഴ്ച ഉണ്ടായത്. സെൻസെക്സ് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തത് 85,762 ഇന്ന് 83,576 ക്ലോസ് ചെയ്യുമ്പോൾ 2.55% ഫോളാണ് ഈ ആഴ്ച ഈ 4 സെക്ടേഴ്സിലും കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി റിയാലിറ്റി എബൌട്ട് 2% ഫോള് കണ്ടു. നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി FMCG എന്നീ സെക്ടേഴ്സ് എബോവ് 1% ഫോളോ നടത്തി. നിഫ്റ്റി ഓട്ടോ എന്ന് 28,087 ക്ലോസ് ചെയ്തപ്പോൾ 327 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 320 പോയിൻറ്റ്സ് കുറഞ്ഞ് 34,409 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 290 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 27,382 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 52,438 ക്ലോസ് ചെയ്തപ്പോൾ 572 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 136 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,672 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9303 ക്ലോസ് ചെയ്തപ്പോൾ 80 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 38,027 ക്ലോസ് ചെയ്യുമ്പോൾ 106 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 12 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,205 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 11,094 ക്ലോസ് ചെയ്യുമ്പോൾ 37 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 46 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി. 11,628 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 22,761 ക്ലോസ് ചെയ്തു. 201 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 15 പോയിൻറ്റ്സ് ഉയർന്ന് 8601 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 20 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 874 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസ് ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ സ്റ്റാർട്ടിങ് തൊട്ട് ഇന്ന് ക്ലോസ് ചെയ്ത് ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ 2.49% ഫോളോ കണ്ടു. നിഫ്റ്റി എനർജി 5.14% ഫോളോ നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 1.85%, നിഫ്റ്റി FMCG 1.21%, നിഫ്റ്റി ഹെൽത്ത് കെയർ 0.36%, നിഫ്റ്റി ഇൻഫ്ര 0.74%, നിഫ്റ്റി IT 0.76%, നിഫ്റ്റി മീഡിയ 2.57%, നിഫ്റ്റി മെറ്റൽ 2.86%, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 5.76%,
നിഫ്റ്റി ഫാർമ 0.13%, നിഫ്റ്റി PSU ബാങ്ക് 1.14% ആൻഡ് നിഫ്റ്റി റിയാലിറ്റി 2.76% ഫോളാണ് ഈ ആഴ്ചത്തെ വീക്ക്ലി സമ്മറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെ വലിയ ഫോൾ കണ്ടത് നിഫ്റ്റി ഇൻഫ്ര 4.74% ഫോൾ കണ്ടു. നിഫ്റ്റി എനർജി 5.14% ഫോൾ കണ്ടു. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഫോൾ ഉണ്ടായത് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിലാണ് 5.76%. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 569 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2317 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സ് 1.40% റാലി നടത്തിയെന്ന്, ONGC 1.15%, SL Tech 0.89% റാലി നടത്തി, ഭാരത് ഇലക്ട്രിക് 0.72%, സിപ്ല 0.35%, റിലയൻസ് 0.32%, ഇറ്റേണൽ 0.28%, ടെക് മഹീന്ദ്ര 0.27%, ഡോക്ടർ റെഡ്ഡി 0.27% ആൻഡ് JSW സ്റ്റീൽ 0.25% റാലിയാണെന്ന് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി എൻ്റർപ്രൈസ് 2.72% ഫോളോ കണ്ടു, NTPC 2.44% ഫോളോ കണ്ടു, ജിയോ ഫിനാൻസ് 2.15%, ICICI ബാങ്ക് 2.14%, ബജാജ് ഓട്ടോ 2.03%, അദാനി എൻ്റർപ്രൈസസ് 2%, ഭാരതി എയർടെൽ 1.90%, ടാറ്റ കൺസ്യൂമർ 1.80%, ശ്രീറാം ഫിനാൻസ് 1.76% ആൻഡ് സൺ ഫാർമ 1.75% ഫോളോ കണ്ടു. ഇതൊരു ബയേഴ്സ് സെല്ലർ റെക്കമെൻഡേഷനില്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ട് ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.